നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കർണാടക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തെക്കുറിച്ചാണ്. ഇത് സാധാരണ കേൾക്കാറുള്ള ഒരു രാഷ്ട്രീയ തർക്കമോ തെരഞ്ഞെടുപ്പ് ആരോപണമോ ഒന്നുമല്ല. പകരം കയ്യിലുള്ള ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിനും അവരുടെ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തനങ്ങൾക്കും കൃത്യമായി തടയിടാൻ ഒരു സർക്കാർ നടത്തുന്ന വളരെ നിർണായകമായ ഒരു പോരാട്ടമാണ്. വിഷയത്തിലേക്ക് കടക്കാം. 2025 ഒക്ടോബർ 18 കർണാടക സർക്കാർ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരുന്നു. എന്തായിരുന്നു ആ ഓർഡിനൻസ്? കർണാടക റെഗുലേഷൻ ഓഫ് യൂസ് ഓഫ് ഗവൺമെന്റ് പ്രിമൈസസ് ആൻഡ് പബ്ലിക് പ്രോപ്പർട്ടി. ഇപ്പോൾ DK ശിവകുമാറിൻ്റെയും സിദ്ധരാമയ്യരുടെയും നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് ഇതിനെ നിയമസഭയിൽ ഒരു ബില്ലായി അവതരിപ്പിച്ച് പാസ്സാക്കാൻ ഒരുങ്ങുകയാണ്. എന്താണ് ഈ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? പൊതുസ്ഥലങ്ങളോ സർക്കാർ ഭൂമികളോ സ്കൂളുകളോ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾക്കോ ക്യാമ്പുകൾക്കോ ആയി ഉപയോഗിക്കണമെങ്കിൽ സ്വകാര്യ സംഘടനകളും കൂട്ടായ്മകളും സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ ഭരണപരമായ ഉത്തരവായി തോന്നാം. പക്ഷേ കളം കർണാടകയാകുമ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയം വളരെ വലുതാണ്. RSSന്റെ ശാഖകളെയും റൂട്ട് മാപ്പുകളെയും പൊതുസ്ഥലങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായ രാഷ്ട്രീയ നീക്കമാണിത്. നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ദക്ഷിണേന്ത്യയിൽ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ലബോറട്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നാടാണ് കർണാടക. മുൻപത്തെ BJP ഭരണകാലത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത്? ഹിജാബ് വിവാദം, ഹലാൽ വിവാദം, കന്നുകാലി കടത്തുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ, അങ്ങനെ കർണാടകയെ കത്തിച്ചു കളയുന്ന രീതിയിലുള്ള വർഗീയ ധ്രുവീകരണമാണ് അവിടെ നടന്നിരുന്നത്. തമിഴ്നാട്ടിലോ കേരളത്തിലോ TMKയും LDFും ഒക്കെ അധികാരം പിടിക്കുന്നത് BJPയെ നേരിട്ട് തോൽപ്പിച്ചിട്ടല്ല. എന്നാൽ കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത് BJPയുടെ ഈ കടുത്ത വംശീയ രാഷ്ട്രീയത്തെ അത്ഭുതകരമായി തറപറ്റിച്ചുകൊണ്ടാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് സിദ്ധരാമയ്യയ്ക്കും TK ശിവകുമാറിനും വ്യക്തമായി അറിയാം. കാരണം BJPയുടെ ഭരണത്തിൻ്റെ കുന്തമുന എന്ന് പറയുന്നത് RSSന്റെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളാണ്. കോൺഗ്രസ് മുൻപും പലപ്പോഴും തോറ്റുപോയത് എവിടെയാണെന്ന് വെച്ചാൽ അധികാരത്തിലിരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഒരു അയഞ്ഞ സമീപനം സ്വീകരിക്കും. RSS എന്നത് ഒരു സാംസ്കാരിക സംഘടനയാണ്. അവരെ നേരിട്ട് ആക്രമിച്ചാൽ അത് ബാക്ക് ഫയർ ചെയ്യും എന്ന് കരുതി കോൺഗ്രസ് പണ്ട് മിണ്ടാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ കർണാടകയിൽ നമ്മൾ കാണുന്നത് അതിൽ നിന്നുള്ള ഒരു വലിയ മാറ്റമാണ്. മതനിരപേക്ഷത പറയണമെങ്കിൽ ഞങ്ങൾക്ക് പവർ വേണം. ആ പവർ കയ്യിലുള്ളപ്പോൾ RSSന്റെ കടന്നുവരവിനെയും വിദ്വേഷ പ്രചാരണങ്ങളെയും ഞങ്ങൾ തടഞ്ഞിരിക്കും എന്ന ഷാർപ്പായ പൊസിഷനിലേക്ക് കോൺഗ്രസ് അവിടെ വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിലെടുത്ത നിലപാടിൻ്റെ തുടർച്ചയാണിത്. ഹേറ്റ് സ്പീച്ചും ഡീപ് സ്റ്റേറ്റ് നിയന്ത്രണവും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കർണാടക സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. ഒന്നാമത്തേത് ഹേറ്റ് സ്പീച്ച് അഥവാ വിദ്വേഷ പ്രസംഗങ്ങൾ തടയുക എന്നതാണ്. മുൻപ് BJP ഭരണകാലത്ത് നേതാക്കളും ചില സന്യാസിമാരുമൊക്കെ നിരന്തരമായി വിദ്വേഷം ചീറ്റുന്ന പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. അത് ജനങ്ങൾക്കിടയിൽ വിഭജനമുണ്ടാക്കും, നാളെ അത് വോട്ടായി മാറും. കർണാടക സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ കൃത്യമായി ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ ഇത്തരം ഹേറ്റ് സ്പീച്ചുകൾ കർണാടകയിൽ കേൾക്കാൻ കിട്ടില്ല. രണ്ടാമത്തെ വിഷയം ഡീപ് സ്റ്റേറ്റ് ആണ്. ഭരണമാറ്റമുണ്ടായാലും സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിലും ഉദ്യോഗസ്ഥ തലങ്ങളിലും സ്കൂളുകളിലുമൊക്കെ കയറിക്കൂടി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ RSSന് കഴിയാറുണ്ട്. പോലീസിനെയും ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ച് ഭരണം കയ്യിലെടുക്കുന്ന ഈ രീതി തടയാൻ അവർ തീരുമാനിച്ചു. ഇവിടെയാണ് പ്രിയങ്ക് ഖാർഗെയെ പോലെയുള്ള നേതാക്കളുടെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്. IT മന്ത്രിയായ പ്രിയങ്ക് ഖാർഗെ വളരെ നേരിട്ടാണ് RSSനോട് ഫൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന എന്ന് അവകാശപ്പെടുന്ന RSS എന്തുകൊണ്ട് ഒരു രജിസ്റ്റർ ചെയ്ത സംഘടനയല്ല? നിങ്ങളുടെ ഫണ്ടിങ് എവിടെ നിന്നാണ് വരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കാത്തത്? മോഹൻ ഭാഗവതിന് പരസ്യമായി കത്തയച്ചും RSS നൽകിയ മാനനഷ്ട കേസുകൾ ധൈര്യമായി നേരിട്ടുമാണ് പ്രിയങ്ക് ഖാർഗെ മുന്നോട്ടു പോകുന്നത്.
RSSനോട് എങ്ങനെയാണ് ഒരു ജനാധിപത്യ ഭരണകൂടം രാഷ്ട്രീയമായി പോരാടേണ്ടത് എന്ന് കർണാടക സർക്കാർ കാണിച്ചു തരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള സന്ദേശവും ചിറ്റാപൂർ സംഭവവും ഈ വിഷയത്തിൽ മറ്റു പല സെക്യുലർ പാർട്ടികൾക്കും കർണാടക ഒരു വലിയ പാഠമാണ് നൽകുന്നത്. ഉദാഹരണത്തിന് കേരളത്തിലെ LDF സർക്കാരിന്റെ കാര്യമെടുക്കാം. CPIM എന്ന പാർട്ടിക്ക് പൗരത്വ നിയമത്തിലും ബാബറി മസ്ജിദിലും ഫലസ്തീൻ വിഷയത്തിലുമൊക്കെ വളരെ വ്യക്തമായ നയരേഖയുണ്ട്. എന്നാൽ കയ്യിൽ ഭരണാധികാരം വരുമ്പോൾ RSS ഉദ്യോഗസ്ഥ തലത്തിൽ കയറിക്കൂടുന്നത് തടയാനോ അവരുടെ കടന്നുവരവിനെ തടയാനോ ഉള്ള നടപടികളിൽ അവരെത്രത്തോളം വിജയിച്ചു എന്ന ചോദ്യം പലപ്പോഴും ഉയരാറുണ്ട്. ആ ചോദ്യത്തിനാണ് കർണാടകയിലെ സർക്കാർ കൃത്യമായി മറുപടി നൽകുന്നത്. ഈ പുതിയ ബില്ലിലേക്ക് സർക്കാർ എത്താനുള്ള പെട്ടെന്നുള്ള കാരണം എന്താണ്? 2025 ഒക്ടോബറിൽ കലബുറഗയിലെ ചിറ്റാപൂരിൽ RSS ഒരു വലിയ റൂട്ട് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അവിടുത്തെ തഹസിൽദാർ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി അതിന് അനുമതി നിഷേധിച്ചു. ഉടൻ തന്നെ സർക്കാർ ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ ഇറക്കുകയും ചെയ്തു. പക്ഷേ RSS ഹൈക്കോടതിയെ സമീപിച്ച് നവംബറിൽ അനുമതി നേടിയെടുത്തു. ഒരു സാധാരണ ഓർഡറോ സ്റ്റാൻഡിംഗ് ഓർഡറോ കൊണ്ട് മാത്രം കാര്യങ്ങൾ ശരിയാവില്ലെന്നും കോടതികളിൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നും മനസ്സിലാക്കിയതോടെയാണ് നിയമസഭയിൽ അവതരിപ്പിച്ച് ഒരു ശക്തമായ നിയമം തന്നെയാക്കി ഇതിനെ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിന്റെ ഫലം ഇപ്പോൾ ഫീൽഡിൽ കാണാനുണ്ടോ? തീർച്ചയായും ഉണ്ട്. BJP ഭരണകാലത്ത് നമ്മൾ ദിവസവും വാർത്തകളിൽ കണ്ടിരുന്ന ഒരു സ്ഥലമാണ് മംഗലാപുരം. ശ്രീരാമസേന, ഹനുമാൻ സേന എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ ആയുധങ്ങളുമായി നടന്ന് ആളുകളെ ആക്രമിക്കുന്നതും മാധ്യമപ്രവർത്തകരെ പോലും ഉപദ്രവിക്കുന്നതുമായ ഭീതിതമായ അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരം സംഭവങ്ങൾ വാർത്തകളിൽ പോലുമില്ല. ക്രമസമാധാനം കർശനമാക്കിയതോടെ ഈ ആക്രമി സംഘങ്ങൾക്ക് നിലനിൽപ്പില്ലാതെയായി. തീർച്ചയായും സർക്കാർ ഈ പുതിയ ബില്ലുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. RSS ഇതിനെതിരെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയേക്കാം. ഒരുപക്ഷെ കോടതി ഇടപെടലുകൾ ഉണ്ടായേക്കാം. എങ്കിലും രാഷ്ട്രീയമായി എവിടെ നിൽക്കണം? വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ ഭരണാധികാരം എങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന ഈ വ്യക്തത വളരെ നിർണായകമാണ്. RSSന് കൂച്ചുവിലങ്ങിടാനുള്ള കർണാടക സർക്കാരിന്റെ ഈ നീക്കം വരും ദിവസങ്ങളിൽ ഇന്ത്യ ഒട്ടാകെയുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ വലിയ അലയടികൾ സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.